പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ വാ തുറക്കാൻ പാടില്ല. വാ തുറന്നു കഴിഞ്ഞാൽ അമിത്തിന്റെയും രാജ്നാഥ് സിംഗിന്റെയും നമ്മുടെ മിശ്വഗുരുവിന്റെ ഒക്കെ മൂട്ടിൽ വെട്ടിപ്പൊട്ടുന്ന പോലെ പൊട്ടൽ പൊട്ടും. അപ്പം അത് പുറത്തെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, കീറിയ വള്ളി ട്രൗസർ കാവി ട്രൗസർ ഇട്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി മിണ്ടാൻ പാടില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ചൈന എന്ന് പറയാനേ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് അവിടെ സഭ പിരിച്ചുവിടുന്ന ലെവലിലോട്ട് നമ്മുടെ ഓം ബിർള ഇതിന്റെ മുന്നിട്ടിറങ്ങും എന്നുള്ളതിനാണ് ഇന്ന് നമ്മൾ പാർലമെന്റിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം. അതായത് ഇന്നത്തെ പാർലമെന്റ് സെഷനിൽ നമ്മുടെ കർണാടകയിലെ BJP MP ആയിട്ടുള്ള തേജസ്വി സൂര്യ ഒരു കാര്യം പറഞ്ഞു. അതായത് കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രപതിമാരും ഇവരാരും ഭരിച്ചിരുന്ന സമയത്ത് എവിടെ പോലും വികസിത് ഭാരത് അല്ലെങ്കിൽ ഭാരതത്തിനോടുള്ള സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു വരികൾ പോലും പ്രസംഗത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തിനെ പറ്റി ഞങ്ങൾക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രപതിമാരുടെ പ്രസംഗങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് ഒരു കാച്ചങ്ങ് കാച്ചി വിട്ടു. ഇതിന് നൈസായിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി എഴുന്നേറ്റുന്നു. രാഹുൽ ഗാന്ധി തുടങ്ങിയത് തന്നെ ചൈനയുടെ പേരിലായിരുന്നു. ചൈന ഒന്നും ഇവിടെ മിണ്ടാൻ പാടില്ല. പ്രത്യേകിച്ച് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലി ഇളകും. എന്താ, കഴിഞ്ഞ മാസം കൂടെ ചൈനയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ വരെ ഓഫീസിൽ കൊണ്ട് ചായയും പടിയും കൊടുത്ത് വിട്ട ടീമാണ് RSS. ഇപ്പം ചൈന നമ്മുടെ അതിർത്തി അവരുടേതാണ്, നമ്മുടെ ഒരു വലിയ ഭാഗം നമ്മുടെ ഒരു സൈഡ് അവരുടേതാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഏകദേശം 10-27,000 ചതുരശ്ര കിലോമീറ്ററുകൾ ചൈനയുടെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മാപ്പ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയി ചൈനയിൽ അങ്ങോട്ട് പോയിട്ട് കാല് നക്കിയിട്ടും ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്നൊക്കെ അറിയുന്ന സമയത്ത് ചൈനനെ പറ്റി മിണ്ടാൻ പാടില്ല. അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ അമിത്തും ചാടും, രാജ്നാഥ് സിംഗും ചാടും, സകല BJPയുടെ MP മാരും അവിടുത്തെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാരും ചാടി വീഴും. കൂട്ടത്തിൽ സപ്പോർട്ടിന് സ്റ്റെപ്പിനായിട്ടും ഇവിടെ ഓം ബിർള സ്പീക്കറും ഉണ്ടാവും. അത് ഇന്ന് വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിഷയത്തിലോട്ട് വരാം. ഈ വീഡിയോ ഞാൻ വെച്ച് തരാം. ഇതിന്റെ കംപ്ലീറ്റ് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് വെച്ച് തരാം. എന്തിന്റെ പേരിലാന്നുള്ളതിനുള്ളൊരു തുടക്കം, ഒരു ആമുഖമാണ് തന്നത്. ഈ തേജസ്വി ഈ കാര്യം പറഞ്ഞ് അങ്ങ് പോയ സമയത്ത് രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ മുൻ കരസേന മേധാവിയുണ്ട് ജനറൽ MM നരവാന, പുള്ളി ഒരു ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മക്കുറിപ്പുകളിൽ പുള്ളി 1-2 കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, ചൈനീസിന്റെ കടന്നുകയറ്റം. ഈ ചൈനീസ് കടന്നുകയറ്റം എന്നുള്ളത് ഇപ്പോഴുള്ളതൊന്നുമല്ല. അതായത് നമ്മുടെ കൈലാഷ് റേഞ്ചിൽ ഏകദേശം ചൈനീസ് ടാങ്കുകൾ ഇന്ത്യയുടെ അതിർത്തി കടന്ന് തൊട്ടടുത്ത് എത്തിയ സമയത്ത് നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കമന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഈ പറഞ്ഞ നമ്മുടെ ജനറൽ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമ്മളെ രാജ്നാഥ് സിംഗിനെ കണക്ട് ചെയ്യാൻ നോക്കി, നമ്മുടെ കംപ്ലീറ്റ് മിനിസ്റ്ററിനെ കണക്ട് ചെയ്യാൻ നോക്കിയ സമയത്ത് ഒരാൾ പോലും റെസ്പോൺസ് കൊടുത്തില്ല, അറ്റൻഡ് ചെയ്തില്ല, അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥനെ പറ്റി പുള്ളി എഴുതിയിട്ടുണ്ട്. നമ്മളെ ആക്രമിക്കാൻ ചൈന വിത്ത് ടാങ്കിലോട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചൊരു ആക്രമിക്കാനുള്ള ഒരു കമന്റ് പോലും കിട്ടാത്ത അവസ്ഥ ഇന്ത്യയുടെ പ്രതിരോധത്തിലുണ്ട് എന്നുള്ളത് പുള്ളി പച്ചക്ക് ആ ബുക്കിൽ എഴുതി വെച്ചു. അതുമാത്രമല്ല, ഈ സൈനികരുടെ ഈ അഗ്നിപത് പോലെയുള്ള പദ്ധതികളുടെ തിരിമറിനെ പറ്റിയും അതിലുള്ള അവസ്ഥകളെ പറ്റിയും കൂടി പുള്ളി ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, പുള്ളിയുടെ ഓർമ്മക്കുറിപ്പുകൾ. ഇത് എഴുതിയ സമയത്ത് ഈ ബുക്ക് പോലും പ്രസിദ്ധീകരിക്കാൻ ഈ പറഞ്ഞ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി സമ്മതിച്ചിട്ടില്ല. അതെന്തിനാണ് ഇവരുടെ സമ്മതം എന്നായിരിക്കും അല്ലേ? അതും ഇവന്മാർ കൊണ്ടുവന്നിട്ട് നിയമം 2021 ഇത്തരത്തിൽ പെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സൈനിക നേതാക്കൾ, പ്രത്യേകിച്ച് ഡിഫൻസിലൊക്കെ എന്ന സൈനിക നേതാക്കൾ ഏതെങ്കിലും രീതിയിലുള്ള ബുക്കുകൾ എഴുതുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സുരക്ഷനെ ബാധിക്കും. അതുകൊണ്ട് ഡിഫൻസിന്റെ സൈഡിൽ നിന്നുള്ള അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ, NOC ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങേരുടെ ബുക്ക് ഇവന്മാർ പിടിച്ചു വെച്ചിരിക്കും. ഇത് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്താ, ഇവന്മാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. എന്താ, ഇവന്മാർക്കറിയാം ഇത്തരത്തിലുള്ള ബുക്കുകൾ ഇവന്മാരുടെ സകല കൊള്ളരുതായ്മയും ഇതുപോലത്തെ ആൾക്കാർ എഴുതി വെക്കും, അത് മൂട്ടിൽ വെടി കിട്ടുന്ന പോലത്തെ പണി കിട്ടും എന്നറിയുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ ഭേദഗതി അങ്ങോട്ട് ഇറക്കി ഈ നിയമത്തിൽ. ഈ നിയമമുള്ളത് കൊണ്ട് ഈ ബുക്ക് വന്നില്ല. പകരം പുള്ളി എന്ത് ചെയ്തു, ഈ ജനറൽ എന്ത് ചെയ്തു, പുള്ളി ഒരു കാരവാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഗസിനിൽ പുള്ളി അഭിമുഖം കൊടുത്ത സമയത്ത് പുള്ളി ഈ കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം തേജസ്വി പറഞ്ഞ അല്ലെങ്കിൽ കോൺഗ്രസിനും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളും ഇന്ത്യനോട് ഒരു സ്നേഹമില്ല എന്ന് പറഞ്ഞ സമയത്ത് ഈ കാര്യങ്ങൾ എടുത്തിട്ടായിരുന്നു രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചത്. എന്താ, BJPയുടെ മന്ത്രിമാരുടെ അവസ്ഥ ഇതാണ്, എന്നിട്ടാണ് കോൺഗ്രസിന്റെ രാഷ്ട്രപതിമാരുടെ പേരും പറഞ്ഞ് ഇവൻ ചാടിയത്. ഇവനൊക്കെ മുട്ടയെന്ന് വരുന്ന മുട്ടത്തോട് മാറാത്ത MP-മാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇതെടുത്തിട്ട സമയത്ത് പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കാൻ പാടില്ല എന്നാണ് ഭരണപക്ഷത്ത് നിന്ന് അമിത്തും രാജ്നാഥ് സിംഗും ഷടേ നിന്നിട്ട് സംസാരിച്ചത്. കാരണം എന്താ, ഈ ബുക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല, ഈ ബുക്ക് ഇതിനെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ അധികാരികത ഇല്ലാത്ത ബുക്കാണ്. അധികാരികത കൊടുക്കേണ്ടത് ആരാണ്? ഇവന്മാർ കൊടുക്കാൻ ആ ബുക്ക് വരില്ല. അപ്പം വേണ്ട, മാഗസീനിൽ ആ പാട്ടുണ്ട്, മാഗസീൻ പുറത്തിറങ്ങിയ മാഗസീനാണ്, അതിനെപ്പറ്റി പറയാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. സമ്മതിക്കൂല. ആ ബുക്കിലെ ആ പോർഷനാണ് ഈ മാഗസീനിൽ കുറച്ച് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം ഞങ്ങളുടെ പേര് അതിലുള്ളത്, ഞങ്ങളാണ് മുഞ്ചി തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് സകല സംഖ്യകൾ ഇന്ത്യക്കാർ, അതുകൊണ്ട് ഞങ്ങൾ ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞവന്മാർ ചാടി വീണ രംഗങ്ങൾ നിങ്ങൾ കണ്ടു നോക്കി, രസമാണ് ഇരുന്ന് കാണാൻ.
അത് രാഹുൽ ഗാന്ധി ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഇവന്മാരുടെ ആ ഒരു വെകിളിൽ പേടിച്ചിട്ട് എന്ന് സംസാരിക്കുന്ന ആ ഒരു അവസ്ഥ ഒന്ന് കണ്ടു നോക്കാം. This is about when 4 Chinese tanks were entering Indian territory. They were taking a ridge in Doklam, and the army chief writes, and I quote from an article that is quoting his book, "The tanks were within a few hundred meters of Indian positions on the Kailash range." No sir, no sir, no sir. No, only started. No, he is not yielding. He is not yielding. Sir, this is not. He is not yielding. LRP is not yielding. He is on the foot. Defense minister cannot involve. How about it? He is only starting. क्या वह पुस्तक प्रकाशित हुई है जिसमें यह सब सारी बातें उन्होंने लिखी हैं? यदि प्रकाशित हुई है तब तो आप उसका उल्लेख करिए, नहीं प्रकाशित हुई है तो उल्लेख करने का कोई औचित्य नहीं है. अध्यक्ष महोदय, प्लीज एक मिनट. It is not wise, sir. What do you talk? प्लीज एक मिनट. प्लीज माननीय सदस्यगण, आप सदन में प्रतिपक्ष के नेता हैं. पूर्व में भी अनुभव रहा है. सांसद प्रियंका गांधी जी ने भी एक बात बोली थी तो उन्होंने ऑथेंटिक उस किताब को यहाँ पर टेबल पे किया. मेरा जो रक्षा मंत्री जी ने जो विषय उठाया है उसमें कहना है कि हम जो बोलें उसको ऑथेंटिक कर सकें, उसी विषय को सदन के पटल पर ये मर्यादा बना के रखें. Sir, दीजिए. Sir, this is 100% authentic. 100% authentic. के माध्यम से ये पूछना चाहता हूं लीडर अपोजिशन से, जिस Sir, Rajnath Singh is getting exercise because his name is going to be spoken just now. प्रकाशित हुई है या नहीं हुई है, केवल मैं एक प्रश्न का जवाब इनसे चाहता हूं. Speaker sir, I have not said anything. So these are the memoirs of General Naravane, in which अध्यक्ष महोदय, पहले यह बताएं वह पुस्तक प्रकाशित हुई है कि नहीं हुई है? नहीं हुई है तो किस पुस्तक से वह उल्लेख कर रहे हैं उसकी जानकारी सदन को दें. रक्षा मंत्री बिल्कुल नहीं हुई. मैं पूरे कॉन्फ्रेंस के साथ कहना चाहता हूं. माननीय रक्षा मंत्री जी सदन में ऑथेंटिक बात बोल रहे हैं. वो ये बोल रहे हैं कि इस पुस्तक का प्रकाशन हुआ नहीं हुआ, उसका जवाब दे दें आप. और आप सदन के अंदर उन चीजों को मेंशन नहीं कर सकते. नो आप खुद वर्षों तक संसद सदस्य रहे. किताबों पर, अखबारों पर, उनकी कटिंग पर यहाँ पर चर्चा नहीं होती. मैं बोलता हूं सर, आप सदन में विपक्ष के नेता हैं, आप बोले. कैरावैन जो विषय को बोलेंगे ये नारावाने जी की जो किताब है संबोधित करते हुए उसके बारे में एक्सपर्ट्स हैं. उसमें प्रधानमंत्री के बारे में, राजनाथ सिंह जी के बारे में क्लियरली कुछ लिखा है. मैं वो आपको बताना चाहता हूं. जिस पुस्तक की बात कर रहे हैं वह पुस्तक आज तक कभी प्रकाशित हुई ही नहीं, इसका वह उल्लेख कर रहे हैं. मैं कहता हूं जो किताब जब नहीं ऐसा नहीं है. जब माननीय रक्षा मंत्री जी ऑथेंटिक बोल रहे हैं कि किताब प्रकाशन नहीं हुई है. सर ऑथेंटिक 100%. सर कैरावल मैगजीन में आ गया. सर किसी का सर 1 minute sir. No. 1 minute sir. Sir. Honorable LOP just started the speech. He is trying to quote a magazine report. In this parliament there are precedents to quoting a magazine. If anything is wrong, Rajnath Singh ji can reply after his speech, sir. Sir, they are disturbing the opposition leaders. अध्यक्ष जी, वो मैगजीन की रिपोर्ट है. नरवणे जी ने नहीं कहा, इतना बोल दे. रिपोर्ट पर बोले कि नरवणे ने नहीं कहा है. रक्षा मंत्री जी इतना ही कह रहे हैं कि नरवणे जी की पुस्तक को आप रिफर कर रहे हो तो वो प्रकाशित हुई या नहीं हुई, वो स्पष्टता करें. नरवणे की रिपोर्ट नहीं है, नरवणे का पुस्तक नहीं है, इतना स्पष्टता करे. मैगजीन तो कुछ भी लिख सकता है. माननीय सदस्यगण, इन सदन की नियम और परंपराएं हैं. मुझे बोलने दीजिए. अखबार की कटिंग पर और अखबार की कटिंग के अलावा उन चीजों पर मेंशन नहीं कर सकते जो कोई ऑथेंटिक नहीं है. ये हमेशा यहाँ की सदन की परंपरा है. हाँ, ये स्पीकर सर, ये गारंटीड ऑथेंटिक है. इसमें नारावाने जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है. इसमें सब लिखा है. और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नारावाने जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में बोला.
हुई ही नहीं है, तो किस पुस्तक को यहाँ पर उल्लेख करना चाहते हैं उनके बारे में? माननीय अध्यक्ष जी, विवाद लीडर ऑपोजिशन ने ही समाप्त कर दिया है। वो स्वयं कह रहे हैं कि पुस्तक प्रकाशित नहीं हुई, उन्होंने स्वयं स्वीकार किया कि पुस्तक प्रकाशित नहीं हुई है। अब जो पुस्तक प्रकाशित नहीं हुई है, इसका जिक्र सदन में कैसे हो सकता है? और प्रकाशित हो तो भी नहीं कर सकते, मगर प्रकाशित ही नहीं हुई है। हाँ, कोई भी किताब प्रकाशित, कोई भी मेल पर, कोई भी चीज पर चर्चा कैसे हो सकती है यहाँ सदन में? माननीय सदस्य, आप राष्ट्रपति अभिभाषण को बोले। were within a few hundred meters Yeah. of our positions No. on the Kailash range. माइक का कंट्रोल, सदन को गुमराह करने की कोशिश न करें, और यहाँ अनावश्यक बातों का उल्लेख नहीं किया जाना चाहिए। राहुल, सर देखिए, हमारे ऊपर 1 सेकंड प्लीज, हमारी पार्टी के ऊपर 1 सेकंड, हमारी पार्टी के ऊपर मेंबर ऑफ पार्लियामेंट ने सवाल उठाया। मैं ये रेज नहीं करने वाला था, मगर उसका जवाब देने के लिए मैंने ये निकाली। अब ये 100% ऑथेंटिकेटेड है, ये नारावाने जी का मेमोयर है। कोई ऑथेंटिक सोर्स तो चाहिए, कोई ऑथेंटिक सोर्स तो चाहिए। और जिस किताब का उल्लेख वह कर रहे हैं, वह किताब आज तक प्रकाशित ही नहीं हुई है। ये उल्लेख कहां से कर रहे हैं, मैं ये जानना चाहता हूं। अध्यक्ष जी, सदस्य पॉइंट ऑफ ऑर्डर रेज करें। क्या पॉइंट ऑफ ऑर्डर है? 349(1) Point 349(1) shall not read any book, newspaper or letter except in that. सर, सैटेनिक वर्सेस बैन कर दिया इस कांग्रेस सरकार ने, और उस पर चर्चा नहीं किया। हमारे अडवाणी जी और अटल जी चर्चा करना चाहते थे, वो चर्चा नहीं कर सकते सर। मैं, आप एक मिनट प्लीज, मैं पहले व्यवस्था दे चुका हूँ। आप कोई रूल बुक की मत निकालो, मैंने रूल बुक पढ़ रखी है। मैं पहले व्यवस्था दे चुका हूँ कि अखबार की कटिंग पर, कोई किताब पर, कोई ऐसे विषय जो ऑथेंटिक नहीं, उन विषयों पर सदन में चर्चा की परंपराएं नहीं रही है। नियम भी कहती है और परंपराएं भी रही है, इसलिए आप परंपराओं का पालन करिए। आप माननीय सदस्य, This is the book I'm quoting. Sir, this book, Four Stars of Destiny. नो, जब इसे आप ऐसे नहीं, आप सदन के नेता हैं। नो, एक मिनट, जब माननीय सदस्यगण, माननीय सदस्य, माननीय सदस्यगण, जब किसी विषय पर हमारे पूर्व अध्यक्षों ने कई बार रूलिंग दी है, मैंने कोई नई रूलिंग नहीं दी, मैंने कोई नियम प्रक्रिया बताई, मैंने नया नियम परंपरा नहीं लागू की। मैं, ऐसा नहीं है कि नई परंपरा, नया नियम, नया रूल आपके लिए लागू कर रहा हूं। जो पूर्ववर्ती नियम है और जो परंपरा है उसका हवाला दिया है, और आप प्रतिपक्ष के नेता है, मुझे आशा है कि आप उन नियम प्रक्रियाओं का पालन करेंगे। नियम इज देयर। एक सेकंड, नियम, आप नियम सुन लें। एक सेकंड सर, ये जनरल नारावाने जी ने किताब लिखी। आपने मुझसे सवाल पूछा नियम के लिए, मैं नियम बताता हूं पहले आपको। एक मिनट बैठिए ना आप, मैं नियम बताता हूं पहले आपको। विराजे आप। 9, मैं नियम बताऊं। 349, ऐसे मैंने व्यक्ति बोल दिया। 349, ऐसी पुस्तक, समाचार पत्र नहीं पढ़ा जाएगा जिसकी सभा की कार्रवाई से कोई संबंध न हो। फिर दूसरा, आगे भी ले लो। आगे की ओर पढ़ लो, आगे की ओर देख लो। एक मिनट, मैं सबके लिए नियम है, सबके लिए नियम है। कुछ आरोप नहीं लगाया। और नियम 353 भी देख लें। 9, आप रूल बता दे।
इस विषय पर पुस्तक पढ़ने नहीं दे रहे सर। इस विषय पर रूलिंग हो चुकी है। माननीय सदस्य आप आगे बढ़ें। इस विषय पर रूलिंग हो चुकी है। स्पीकर सर, आप देशभक्ति की ओर बात बताएं। सर मुझे बोलने, ठीक है सर, ये जो किताब है ये नारावाने जी की किताब है। इससे चलेगा या मुंसफी से चलेगा? I am quoting. किताब नहीं है। अध्यक्ष महोदय, मैं केवल एक व्यवस्था आपकी तरफ से चाहता हूँ, लीडर अपोजिशन अपनी तरफ से वह पुस्तक यहाँ प्रस्तुत कर दे। किस पुस्तक पे लिखा है वो मैं पुस्तक देखना चाहता हूँ, सदन देखना चाहता हूँ। बिल्कुल नहीं, प्रकाशित ही नहीं हुई पुस्तक, प्रकाशित ही नहीं। मैं कॉन्फिडेंस के साथ कहना चाहता हूँ वह पुस्तक प्रकाशित ही नहीं हुई। आप उत्तर दियो सर। जब इस विषय पर व्यवस्था दे चुका हूं तो मैं माननीय प्रतिपक्ष के नेता से अपेक्षा करता हूं कि वह सदन की गरिमा को रखेंगे। और मैंने पहले बता दिया कि मैंने कोई नियम परंपरा नहीं दी। नो बोलिए ना आप, बोलिए। एक मिनट प्लीज, मैं आपको फिर कह रहा हूँ कि आप मैगजीन कोट करेंगे सर। मेरे हाथ में एक मैगजीन है, उस मैगजीन में आर्टिकल है, उसको मैं कोट कर रहा हूँ। अध्यक्ष महोदय, ये लीडर अपोजिशन सदन को गुमराह करने की कोशिश कर रहे हैं। मैं आपसे अनुरोध करना चाहता हूं, इन्हें किसी भी सूरत में यह बात बोलने की यहां पर इजाजत नहीं दी जानी चाहिए। तो नारावाने जी कहते हैं माननीय सदस्य, माय पोजीशन वाज क्रिटिकल। बताइए आप क्या बोल रहे हैं? नहीं, अध्यक्ष महोदय, चीन का सवाल बहुत सेंसिटिव है। अध्यक्ष महोदय, चीन का सवाल बहुत सेंसिटिव है। अगर कोई सुझाव ऐसा है देश के हित में तो मैं समझता हूं लीडर ऑपोजिशन को पढ़ देना चाहिए। नहीं, माननीय सदस्य, इतना ही नहीं रहेगा, बहुत सेंसिटिव है। मुझे याद है डॉक्टर राम मनोहर लोहिया, जॉर्ज फर्नांडिस, नेताजी हमेशा ये बात अध्यक्ष जी जिताते रहे कि हमें हमेशा चीन से सावधान रहना है। ओके माननीय सर, प्लीज। और चीन से सावधान, अगर चीन से सावधान नहीं रहेंगे, हमने जमीनें कुछ पहले। ओके माननीय सर, इनको कैसे पता क्या बोल रहे हैं? നല്ല രസമല്ലേ കാണാൻ? ഇതാണ് അത് ഹിന്ദിയിലായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളെ പറ്റി ഞാൻ മലയാളത്തോട് പറഞ്ഞുതരാം. അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് ആധികാരികത, അതായത് ഒതന്റിസിറ്റി ഈ ബുക്കിൽ ഉണ്ടോ എന്നുള്ളത് താൻ ഈ പുസ്തകം പാർലമെന്റിൽ ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയാണ്. താൻ വായിക്കുന്ന ആധികാരികമായ കാര്യങ്ങളാണ്, ഈ കാര്യങ്ങൾ മാഗസീനിലുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് കാണുമ്പോൾ നിങ്ങൾ അതിന് ഇത്ര പേടിക്കുന്നു, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചൈനയുടെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പേടിക്കുന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അമിത്ഷായുടെ മറുപടി ഇങ്ങനെയായിരുന്നു: പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇത് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇതിവിടെ പരാമർശിക്കാൻ സമ്മതിക്കില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. അതിന് കൂട്ടുപിടിക്കണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് KC വേണുഗോപാൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് അതിനെപ്പറ്റി സംസാരിച്ചു കൊടുക്കേണ്ട മാഗസിനിലെ കാര്യങ്ങൾ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനല്ലല്ലോ നമ്മുടെ എന്താ പറയാ KC വേണുഗോപാൽ. അപ്പൊ ഇതൊന്നും ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് അങ്ങ് നടക്കൂല. അതേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ഇവിടെ പാർലമെന്റ് ഒന്നും ഇല്ല. ഇവിടെ അമിത് എന്ത് പറയുന്നു, നമ്മുടെ വിശ്വഗുരു എന്ത് പറയുന്നു, അതാണ് അതിന്റെ അപ്പുറത്തോട്ട് അവിടെ കേട്ടോളം. നമ്മുടെ ഓം ബിർള ആണെങ്കിൽ ഏത് സ്പീക്കേഴ്സ് ആണെങ്കിലും അതുകൊണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇതായിരുന്നു അമിത്ഷായുടെ മറുപടി. ഇത് സഭാ ചട്ടങ്ങൾക്ക്, അതായത് പത്രവാർത്തകളിലോ ആധികാരികമില്ലാത്ത രേഖകളിലോ വന്ന കാര്യങ്ങൾ പാർലമെന്റിൽ വായിക്കാൻ പാടില്ല, അങ്ങനത്തെ കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ് നമ്മുടെ സ്പീക്കർ പറഞ്ഞത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി മിണ്ടരുത്, മിണ്ടിപ്പോയാൽ ഞാൻ സ്പീക്കർ ഓഫ് ചെയ്യും എന്നും പറഞ്ഞിട്ട് സഭ അങ്ങോട്ട് വിരിച്ചു വിട്ടു. ഇനി വേണ്ട, സഭ ഇനി വേണ്ട, 3 മണി കഴിഞ്ഞിട്ട് അടുത്ത കാര്യത്തിലൂടെ ഇതിവിടെ സംസാരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് സഭ പിരിച്ചു വിട്ടു. ഇതാണ് നമ്മുടെ പാർലമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ. എങ്ങനെയുണ്ട്?